ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ഛമോൾസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് പതിവിന് വ്യത്യസ്തമായി ഇൻഡോർ പ്ലാന്റുകളുടെ വീഡിയോ അല്ല. ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ നല്ല ഫ്രഷ് മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു നല്ലൊരു മാങ്ങാച്ചാറിടാമെന്ന്. അതിനുശേഷം വീട്ടിൽ വന്ന് ഞാൻ മാങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ നമുക്കതൊരു വീഡിയോ ആക്കിയാലോ എന്ന്. ഇത് വളരെ ടേസ്റ്റിയായ എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങാച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അച്ചാർ ഉണ്ടാക്കുവാൻ വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് മാങ്ങയാണ്. മാങ്ങ 1 മണിക്കൂർ മുമ്പ് ഉപ്പിട്ട് നല്ലപോലെ തിരുമ്മി 1 മണിക്കൂർ മാറ്റി വെച്ചതാണിത്. വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇത് മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കടുക് പച്ചയ്ക്ക് പൊടിച്ചത്, പിന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ചത് ആവശ്യത്തിന്. അതിനായിട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് ഗ്രൗണ്ട് നട്ട് ഓയിൽ. ഞാൻ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, നല്ലെണ്ണയുമല്ല, കടല എണ്ണയാണ്. ഈ എണ്ണ കൊണ്ട് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആവശ്യത്തിന് ഗ്രൗണ്ട് നട്ട് ഓയിൽ ചേർക്കുക. എണ്ണ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഇട്ടാലും നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നല്ലെണ്ണയാണ് ഇതിനുപയോഗിക്കുന്നത്. അല്പം കൂടുതൽ എണ്ണ ചേർത്തു, കേടായി പോകാതിരിക്കാനാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് പൊട്ടിക്കുക. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് കടുകിടുക. ഇനി ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. അച്ചാറിനാകുമ്പോൾ വെളുത്തുള്ളി ഒത്തിരി വഴറ്റണ്ട. ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പ് മാറിയാൽ മതി. ഇനി അതിനകത്തേക്ക് പച്ചമുളക്, ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർക്കുക. പിന്നെ കരിവേപ്പില, എനിക്ക് ഏത് കറിയിലും കരിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. കരിവേപ്പിലയുടെ ആ സ്മെല്ല്, എണ്ണ ചൂടാകുമ്പോൾ ആ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണത്. അത് അച്ചാറിനുമൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കും. കരിവേപ്പില അധികം കിട്ടാനില്ല, അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ഇട്ടേനെ. ഇനി ഞാൻ ഇതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. അത് പയ്യെ നാറിക്കഴിയുമ്പം, വലിയ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കണം. ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കടുക് ചതച്ച് വെച്ചിരിക്കുന്നത്, അതെല്ലാം കൂടി ചേർക്കണം. വലിയ തീയിൽ വലിയ ചൂടോട് കൂടിയിട്ട് ആ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഇനി അതിൻ്റെ തീയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ട് തീയൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ചെറുതീയിൽ മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാൻ 5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അച്ചാറിനായതുകൊണ്ട് എരിവില്ലെങ്കിൽ ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ അച്ചാറിന് എപ്പോഴും ഒരുവിധം നല്ലപോലെ മുളക് പൊടി ചേർക്കും. ഉപ്പും മുളകും ആണ് അച്ചാറിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് അല്ലേ? മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി ചൂടായി കഴിയുമ്പം നമുക്ക് ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക് പൊടിച്ചു വച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കണം. മുളക് പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഒത്തിരി ചേർത്താൽ ഉലുവാപ്പൊടിക്ക് ഒരു ചുവ വരും. കായപ്പൊടി മേടിച്ച പൊടിയാണിത്, ഞാൻ പൊടിച്ചതല്ല. അതും ഒരു 1/2 ടീസ്പൂൺ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഉലുവയുടെ രുചി ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിൽ. ഉലുവ കൂടിയാൽ എനിക്ക് കഴിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം. ചിലർക്ക് കായത്തിൻ്റെ പൊടി നല്ല ഇഷ്ടമാണ് അച്ചാറിൽ. അതൊക്കെ ഇഷ്ടത്തിന് ചേർക്കുക. ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂൺ വെച്ചാണ് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ അല്പം കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടങ്ങ് ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ കടുക് പൊടിച്ച് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്തു. ഇനി തീ ഓഫ് ചെയ്യുകയാണ്. ഈ എണ്ണയ്ക്കകത്ത് തന്നെ നല്ല ചൂടുണ്ട്. ആ ചൂടിനകത്തിരുന്ന് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ ചിലർക്കൊക്കെ ഈ അച്ചാർ നല്ല ചാറായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് നേരത്തെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കണം. അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മാങ്ങയ്ക്ക് ഒരുവിധം പുളിയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വിനെഗർ ചേർക്കുന്നുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് വിനാഗിരി കൂടുതൽ ചേർക്കാം. എൻ്റെ മാങ്ങയ്ക്ക് ഒരുവിധം പുളിയുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമുള്ള വിനാഗിരി ചേർക്കുക. അല്പം വിനാഗിരി ഒഴിക്കുകയാണ്. നമുക്ക് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇവിടെ എല്ലാവർക്കും അച്ചാറിന് അല്പം വെള്ളം കൂടുതൽ ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. വെച്ചുകൊണ്ടിരിക്കുവാനാണെങ്കിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത്. മാങ്ങ ഉപ്പിട്ട് വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം നല്ലപോലെ ഇറങ്ങും. ആ വെള്ളവും വിനാഗിരിയും മാത്രമേ ചേർക്കാവുള്ളൂ. ഇവിടെ അച്ചാറിട്ടാൽ
ഒത്തിരി ദിവസം നിൽക്കുകയില്ല. എൻ്റെ ഹസ്ബൻഡ് ടിനുവിനും പിള്ളേർക്കുമൊക്കെ അച്ചാർ നല്ല ഇഷ്ടമാണ്. അവർ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇളയയാൾ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ചോറിന് അച്ചാർ കൂട്ടി മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പം നിമിഷ നേരം കൊണ്ട് 1 മാസം പോലും ഇരിക്കുകയില്ല, അതിന് മുമ്പ് ഈ അച്ചാർ തീർന്നു പോകും. ഈ വെള്ളം പയ്യെ ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം മാങ്ങ ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യുകയേ വേണ്ട. മാങ്ങ ഓവർ കുക്കായാൽ അത് ഭയങ്കര കുഴഞ്ഞു പോകും. മാങ്ങ നല്ല ഫ്രഷായിട്ടിരിക്കുന്നതാണ് അച്ചാറിന് നല്ല ടേസ്റ്റ്. ഇരുന്ന് കഴിയുമ്പം മാങ്ങ അലിയാൻ തുടങ്ങും. ഇപ്പം ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ തീ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി മാങ്ങ ഇടാം നമുക്ക്. മാങ്ങയ്ക്കകത്ത് ഒത്തിരി വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ വെള്ളത്തോടു കൂടി മാങ്ങ ഇടുകയാണ്. നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ടു. ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്താ കളറൊക്കെ ഒന്ന് നോക്കി, എന്ത് രസമാണ്. ഞാൻ ഉപയോഗിച്ചത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു, നമുക്ക് ഒത്തിരി എരിയുകയുമില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവുള്ള മുളക് പൊടി ഇട്ടാൽ ശരിയാകുകയില്ല. അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് 5 ടേബിൾ സ്പൂൺ ഇട്ടിരിക്കുന്നത്. നല്ല കളറാണ് അപ്പോൾ അതിനകത്ത്. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടായിരുന്നു വെച്ചിരുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന്. ഉപ്പ് പാകത്തിനില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആക്കി മാറ്റാം. ഉപ്പ് കുറവാണ് അച്ചാറിനൊരു ടേസ്റ്റ് ഇല്ല. ഉപ്പും മുളകും നമ്മുടെ പുളിയൊക്കെ ആവശ്യത്തിന് വേണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിലർ ഇഞ്ചിയൊക്കെ ചേർക്കും, പക്ഷേ എനിക്ക് മാങ്ങാച്ചാറിനകത്ത് ഇഞ്ചി ചേർക്കുന്ന ഇഷ്ടമില്ല. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ ഉപ്പൊന്ന് നോക്കാം, പൊടികളൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി ഈ ഉപ്പൊക്കെ ഇരുന്നങ്ങ് പിടിക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഉപ്പൊക്കെ അങ്ങ് കുറയും. കഷ്ണത്തേലൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ തികച്ച് വെച്ചില്ല ഉപ്പിട്ട്. മാങ്ങായിൽ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു 1-2 മണിക്കൂറായിട്ട്. അപ്പോൾ നമ്മുടെ കിടിലൻ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓക്കേ, വാവ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയും, നമുക്ക് ഒരു കറിയില്ലേ പോലും ഈ മാങ്ങാച്ചാർ മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ. അപ്പം എല്ലാവരും ഈ മാങ്ങാച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ അച്ചാർ ഇന്ന് ഓവർനൈറ്റ് ഈ പാത്രത്തിൽ തന്നെ ഞാൻ വെക്കും. പിന്നെ നാളെ നമുക്ക് ഈ ചില്ല് കുപ്പിക്കകത്തേക്ക് അടച്ചു വെക്കണം. ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ. പക്ഷെ എനിക്കറിയത്തില്ല അത്രയും ദിവസം നിൽക്കുമോ എന്ന്. എൻ്റെ ഇളയ കുട്ടി അച്ചാർ എന്ന് പറയുന്ന ജീവനാണ്. അവൾക്ക് ഒലിവച്ചാറും മാങ്ങാച്ചാറുമാണ് ഏറ്റവും ഇഷ്ടം. അവളുടെ ഒലിവച്ചാർ തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഒലിവ് മേടിക്കാൻ പോയതാണ്. പക്ഷേ മാങ്ങ കണ്ടപ്പം മാങ്ങ ആയിട്ടേ എന്ന് വെച്ചു. അതുകൊണ്ട് ഒരാഴ്ച ഇത് ഇരിക്കുമോ എന്ന് അറിയത്തില്ല കുപ്പിയിൽ. മാങ്ങാച്ചാറിൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തണേ.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.